നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 327 327. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 1-ാം അധ്യായത്തിലെ 35-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. മൂലം. അപ്പോൾ 35-ാമത്തെ ശ്ലോകം എങ്ങനെയാണ്? തൽപുത്രാവപരാവസ്തവാസ്താം ഖ്യാതോ സാരോജിഷേ അന്തരേ ഉദധ്യോ ഭഗവാൻ സാക്ഷാൽ ബ്രഹ്മിഷ്ടശ്ച ബൃഹസ്പതി. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ അവൻ്റെ പുത്രന്മാരായിട്ട് അന്യന്മാരായ 2 പേർ ഉണ്ടായി. സാരോജിഷമന്വന്തരത്തിൽ പ്രസിദ്ധന്മാരാകുന്നു. ബ്രഹ്മജ്ഞാനികളിൽ അതിൽ ശ്രേഷ്ഠൻ. ഇത്രേ പറഞ്ഞുള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. എന്താ അത്? 4 കന്യകമാരെ കൂടാതെ അങ്കിരസിന് 2 പുത്രന്മാരും ഉണ്ടായി. സാരോജിഷം എന്നു പേരായ 2-ാമത്തെ മന്വന്തരത്തിൽ വിദ്യയിലും തപസ്സിലും പ്രഖ്യാതിയെ പ്രാപിച്ച ഭഗവാൻ ഉദധ്യനും ബ്രഹ്മജ്ഞന്മാരിൽ വെച്ച് സുപ്രസിദ്ധനായ ബൃഹസ്പതിയുമാണ് ആ 2 പുത്രന്മാർ എന്ന്. ഈ ബൃഹസ്പതിയാണ് ദേവലോകത്തെ ഗുരു ആയി മാറിയിട്ടുള്ളത്. ഇനി 36-ാമത്തെ ശ്ലോകം. പുലസ്ത്യോ അജനയത് പത്ന്യാം അഗസ്ത്യം ച ഹവിർഭുവി സ അന്യജന്മനി ദഹ്രാഗ്നിർവിസ്രവാശ്ച മഹാതപാഹ. പുലസ്ത്യൻ ഹവിർഭൂവെന്നു പേരായ ഭാര്യയിൽ അഗസ്ത്യനെ ജനിപ്പിച്ചു. അവൻ മറുജന്മത്തിൽ ജഠരാഗ്നിയായിട്ട് ഭവിച്ചു. ജഠരാഗ്നി നമ്മുടെ എല്ലാവരുടെയും വയറ്റിലുള്ള തീയനെയാണ് ജഠരാഗ്നി. ജഠരം പറഞ്ഞ വയറ്, കഴിക്കുന്നതിനൊക്കെ ദഹിപ്പിക്കുന്നുണ്ടല്ലോ, ജഠരാഗ്നി. അപ്പോൾ മഹത്തായ തപസ്സോടുകൂടിയ വിസ്രവസ്സും എന്ന് പറഞ്ഞ് നിർത്തി അവിടെ. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറയണത്. ബ്രഹ്മാവിൻ്റെ 4-ാമത്തെ പുത്രനായ പുലസ്ത്യന് സ്വപത്നിയായ ഹവിർഭൂവിൽ അഗസ്ത്യൻ എന്നും വിസ്രവസ് എന്നും പേരായ 2 പുത്രന്മാരുണ്ടായി. അവരിൽ അഗസ്ത്യൻ സകല ശരീരാന്തർവർത്തിയായ ജഠരാഗ്നിയുടെ അവതാരമാകുന്നു. സകല ശരീര അന്തർവർത്തിയായ ജഠരാഗ്നിയുടെ അവതാരമാണ്. വിസ്രവസ് മഹാതപസ്വിയായി ഭവിച്ചു. ഇനി ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഒരു ഹെറിഡിറ്ററി രാജവാഴ്ച എന്ന് പറയുന്ന മാതിരി. ഇനി പിന്നെ അതെ 37-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. തസ്യ യക്ഷപതിർദേവ കുബേരസ്ഥിഢ വിടാസുതാ രാവണ കുംഭകർണശ്ച തഥാ അന്യസ്യാം വിഭീഷണ. അതിൻ്റെ വാക്കാർത്ഥാണ് പറഞ്ഞത്. അവന് യക്ഷന്മാരുടെ പാലകനായിട്ട് ഇടവിടയിൽ ജാതനായ സുതൻ കുബേരൻ എന്നു ദേവനാകുന്നു. അന്യയിൽ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ ജാതന്മാരായി എന്നായി. അതിൻ്റെ ഭാവാർത്ഥം പുലസ്ത്യപുത്രനായ വിസ്രവസ്സിന്, പുലസ്ത്യരുടെ പുത്രനായ വിസ്രവസ്സിന് ഇടവിട, കേശിനി എന്ന് 2 ഭാര്യമാർ. ഇടവിടയിൽ ജനിച്ച പുത്രൻ കുബേരൻ. അദ്ദേഹം ദേവവർഗത്തിൽ ഉൾപ്പെട്ടവനും യക്ഷരാജാവുമാകുന്നു. കേശിനിയിൽ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നു പേരായ 3 പുത്രന്മാരുണ്ടായി. അപ്പോൾ രാവണൻ്റെ അമ്മയുടെ പേരെന്താ ചോദിച്ചാൽ കേശിനി എന്ന് പറയാൻ സാധിക്കണം. പറഞ്ഞ വിഷയല്ലേ? വിസ്രവസ് എന്ന് അച്ഛനും. അപ്പോൾ അവർ ബ്രാഹ്മണരാണ്. അപ്പോൾ രാവണൻ
രാക്ഷസനായത് എങ്ങനെയാണ്? സ്വഭാവം കൊണ്ടാണ്. അല്ലാണ്ട് രാക്ഷസ സ്ത്രീ പ്രസവിച്ചുണ്ടാവണതല്ല രാക്ഷസൻ. ഇപ്പോൾ എൻ്റെ മകൻ രാക്ഷസ സ്വഭാവമാണെങ്കിൽ അയാളെ രാക്ഷസെന്നേ പറയുള്ളൂ. ഇപ്പോൾ എനിക്ക് എൻ്റെ മകനെ ഉദാഹരിക്കാം, ആർക്കും ദുഃഖം ഉണ്ടാവില്ല. നേരെ കുറിച്ച് എനിക്ക് വേറൊരാളുടെ നിങ്ങളുടെ മകൻ എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായോ? അവിടെയാണ് വ്യത്യാസം. ഈ കഥ പറയുമ്പോഴും നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. നല്ലതും ചീത്തയൊക്കെ അവരവർക്ക് ഇരിക്കട്ടെ. പറഞ്ഞ മനസ്സിലായില്ലേ? മറ്റുള്ളവർക്ക് ക്ഷേമത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി 38ാമത്തെ ശ്ലോകം. ഇവിടെ ഒന്നും വേദാന്തമില്ല. ഞാൻ അതാണ് ഇങ്ങനെ ഒഴുക്കൻ മട്ടിന് പോകണം, വേറെ നിവൃത്തിയില്ല. പറഞ്ഞ ഭാഷയിലെ പുലഹസ്യ ഗതിർ ഭാര്യ ത്രീനസൂത സതീ സുതാൻ കർമ്മശ്രേഷ്ഠം വരീയാസം സഹിഷ്ണും ച മഹാമതേ. പുലഹൻ്റെ പത്നിയായ സതിയായ ഗതി. ഇതാണ് ഒബ്ജക്റ്റിവിസം. ഗതി, എൻ്റെ ഗതി, അതെന്നെ ഗതി. ഗതി 3 സുതന്മാരെ ജനിപ്പിച്ചു എന്ന് പറയണം. അതിൻ്റെ ഭാവാർത്ഥം: ഹേ മഹാബുദ്ധിമാനായ വിതുര, ബ്രഹ്മാവിൻ്റെ 5ാമത്തെ പുത്രനായ പുലഹന് പതിവ്രതയായ ഗതി എന്നു പേരായ ഭാര്യയിൽ കർമ്മശ്രേഷ്ഠൻ വരിയാൻ സഹിഷ്ണു എന്നു പേരായ 3 പുത്രന്മാർ. കർമ്മശ്രേഷ്ഠൻ, അതാണ് ഒബ്ജക്റ്റിവിസം. ഇപ്പം മനസ്സിലായില്ലേ? 39ാമത്തെ ശ്ലോകം. ക്രതോരവിക്രിയാ ഭാര്യ വാലാഖില്യാനസൂയത ഋഷീൻ 60 ജലദോ ബ്രഹ്മതേജസ. വാലാഖില്യന്മാർ എന്ന് പറഞ്ഞാൽ അങ്കുഷ്ടപ്രായക്കാരെന്നാണ് പറയാം. തള്ളവരലിൻ്റെ അത്രയേ ഉള്ളവർ. അവർ 60,000 ആൾക്കാരാണ്. അവരാണ് സൂര്യന് അഭിമുഖമായി നിന്നിട്ട് വേദങ്ങൾ ഉച്ചരിച്ചിട്ട് ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലാഖില്യന്മാരെന്ന് പറയും. അപ്പോൾ പറഞ്ഞു ക്രതുവിൻ്റെ ഭാര്യയായ ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മം എന്നർത്ഥം അല്ലേ? അതാണ് ഒബ്ജക്റ്റിവിസം. ബ്രഹ്മതേജസ്സിനാൽ ജ്വലിക്കുന്നവരും വാലാഖില്യന്മാരെന്ന് പ്രസിദ്ധന്മാരുമായ 60,000 ഋഷികളെ പ്രസവിച്ചു. ഋഷികൾ തപസ്സീണൻ, അതായത് അവർ ബോൺ ഋഷീസാണ്. മറ്റുള്ളവർ ഋഷികളാവുകയാണ്. ഇത് ബോൺ ഋഷീസ്, ജനിക്കുമ്പോൾ തന്നെ ഋഷികളായിട്ടുള്ളവരാണ്. അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ബ്രഹ്മാവിൻ്റെ 6ാമത്തെ പുത്രനായ ക്രതുവിൻ്റെ 6ാമത്തെ, ഇതിങ്ങനെ സീരിയൽ ഓർഡറിൽ പറഞ്ഞു വരികയാണ്. 2, 3, 4, 5, ഇപ്പോൾ 6ആയി. ക്രതുവിൻ്റെ ഭാര്യയായ ക്രിയ വേദാധ്യയനാദികൾ നിമിത്തം ഉജ്ജ്വലിക്കുന്ന ശാരീര കാന്തി വിശേഷവും മന്ത്രങ്ങളെ കണ്ടുപിടിക്കുവാൻ തക്ക ബുദ്ധിമാഹാത്മ്യമുള്ളവരും വാലാഖില്യന്മാരെന്ന് സുപ്രസിദ്ധന്മാരുമായ 60,000 ഋഷികുമാരന്മാരെ പ്രസവിച്ചു എന്നായി. 40ാമത്തെ ശ്ലോകം. ഊർജായാം ജജ്ജിരേ പുത്ര വസിഷ്ഠസ്യ പരന്തപ ചിത്രകേതു പ്രധാനാസ്തേ സപ്ത ബ്രഹ്മർഷയോ അമല. ചളിയില്ലാത്തവൻ എന്നർത്ഥം, പുരളാത്തവൻ എന്ന കർത്തായി. വസിഷ്ഠന് ഊർജയിൽ, ഊർജ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി അല്ലേ, അതാണ് പേര്. ഊർജയിൽ ചിത്രകേതുവാകുന്ന പ്രധാനനോടുകൂടിയ പുത്രന്മാർ ജനിച്ചു. അവർ നിർമ്മലന്മാരായ 7 ബ്രഹ്മർഷികളാകുന്നു. 7 സപ്തർഷികൾ, അതായത് വസിഷ്ഠർക്ക് ഉണ്ടായിട്ടുള്ളത്, വസിഷ്ഠ ഋഷിക്ക് ഉണ്ടായിട്ടുള്ളവർ. അതിൻ്റെ ഭാവാർത്ഥം: അല്ലയോ പരന്തപ. ഈ പരന്തപ എന്നുള്ളത് വലിയൊരു അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ്. പരന്തപ എന്ന് പറഞ്ഞാൽ താപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. ഇനി ഇതിലൊരു കഥയുണ്ട്. എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതൽക്ക്, എനിക്കൊരു 4 വയസ്സായ മുതൽക്ക് ഞാനൊരു അമ്മ്യാരി സ്ത്രീനെ, ബ്രാഹ്മണ സ്ത്രീനെ, അവരുടെ ഭർത്താവിനെ നിരന്തരം അമ്പലത്തിൽ വെച്ച് കാണും, പട്ടാമ്പിയിൽ. അപ്പോൾ ഈ ബ്രാഹ്മണ സ്ത്രീ 9 മുഴം ചേല പുടവ ഒക്കെ കൊടുത്തിട്ടുള്ളവളാണ്. വൈഡൂര്യം, മൂക്കുത്തി, കമ്മലൊക്കെ എന്താണെന്നറിയില്ല എനിക്ക്. ഇത് വൈഡൂര്യാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ കൃഷ്ണ ഗുരുവായൂരപ്പ ഇങ്ങനെ അടിക്കും, പരന്തപ പറഞ്ഞിട്ട്. പറഞ്ഞോ.
അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഈ പരന്തപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠമായിട്ടുള്ള വാക്ക്. പിന്നെ ഞാൻ ഈ മൂലം ഭാഗം വായിക്കുമ്പോഴാണ് പിന്നെ ഇദ്ദേഹത്തിനെ മനസ്സിലാക്കണത് പരന്തപ. അപ്പോൾ എത്ര 73 ഒരു 69 വർഷം മുമ്പ് ഞാൻ അനുഭവിച്ച ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവരിപ്പോൾ എത്ര ജന്മം എടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് പറയാൻ വയ്യ. പറഞ്ഞു ശരി, അവർക്ക് നമസ്കാരം. കാരണം അത്രയും ഭക്തിയുടെ പാരവശ്യം വരുമ്പോഴാണത്. അപ്പോൾ എന്താ പറഞ്ഞത്? അല്ലയോ പരന്തപ, അതെ, ഇവിടെ പരന്തപ എന്നുള്ളതിന് വസിഷ്ഠന് ഊർജയിൽ ചിത്രകേതുവാകുന്ന പ്രധാനത്തോടു കൂടിയ പുത്രന്മാർ ജനിച്ചു. അവർ നിർമ്മലന്മാരായ 7 ബ്രഹ്മർഷികളാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പരന്തപ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പേരാണത്. അപ്പോൾ വിതുരർക്ക് ഭഗവാന്റെ പേര് ധർമ്മത്തിൻ്റെ തിരുവതാരല്ലേ, അത്ര വിചാരിച്ചാൽ മതി. വസിഷ്ഠൻ്റെ ഭാര്യയായ ഊർജയിൽ അരുന്ധതി എന്നും ഇവൾക്ക് പേരുണ്ട്. ഈ ഊർജ എന്ന് പറയുന്നവർക്ക് അരുന്ധതി. ഈ നക്ഷത്രമൊക്കെ അറിയണത് അരുന്ധതി എന്നുള്ള പേരില്ല. ശരിക്കുള്ള പേരെന്താ? ഊർജ എന്നാണ്. ഇവൾക്ക് പേരുണ്ട്. 7 പുത്രന്മാരുണ്ടായി. ഇവരിൽ ജ്യേഷ്ഠപുത്രന് ചിത്രകേതു എന്നു പേർ. ഇവർ 3-ാമത്തെ മന്വന്തരത്തിൽ പരിശുദ്ധന്മാരായ 7 ബ്രഹ്മർഷികളാകുന്നു എന്ന് പറഞ്ഞു. 41. ഈ 1-ാം അധ്യായത്തിൽ കുറച്ച് വലിയ അധ്യായമാണ്. അതായത് എത്ര ശ്ലോകം ഉണ്ടെന്ന് അപ്പം ഞാൻ നോക്കണത്. 65 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടേ ഉള്ളൂ? 41-ൽ എത്തില്ല. അപ്പോൾ 25 ശ്ലോകങ്ങളുണ്ട്. ഇന്നും നാളെയും കൂടി എടുക്കേണ്ടിയിരുന്നു തോന്നുന്നു, അറിയില്ല. ഇനിയിപ്പോൾ ഇതെങ്ങനത്തെ ആണെങ്കിൽ വേഗം പോവുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു 41-ാമത്തെ ശ്ലോകം നോക്കൂ. ചിത്രകേതു സുരോജിശ്ച വിരജ മിത്രയേവച ഉൽബണോ വസുഭൃദ്യാനോ ദ്യുമാൻ ശക്ത്യാദയോ അപരേ. ഇതാണ് ശ്ലോകം. ചിത്രകേതു, സുരോജിസ്, വിരജസ്, മിത്രൻ, ഉൽബണൻ, വസുഭൃദ്യാനൻ, ദ്യുമാൻ, ഇവരാണ് 7 പേര്. ശക്തി മുതലായ പുത്രന്മാർ ഇവരിൽ നിന്ന് ഭിന്നന്മാരാകുന്നു. വേറൊരു ഭാര്യയിലുള്ള ആൾക്കാരായിരിക്കും. അവിടെ വാക്കാർത്ഥവും ഭാവാർത്ഥവും ഒക്കെ ഒന്നേ ഉള്ളൂ. കാരണം പേരുകളാണ്, പ്രോനൗൺസ് എന്ന് പറയും അല്ലേ? നൗണ്, പ്രോനൗൺസ്. അപ്പോൾ നൗൺസ്, പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം നിൽക്കുന്നതാണല്ലോ. ഇത് നൗൺസ് തന്നെയാണ്. ഇനി 42-ാമത്തെ ശ്ലോകം. ചിത്തിസ്ത്വർധർവണ പത്നീ ലേഭേ പുത്രം ധൃതവ്രതം ദദ്യശ്ചമശ്യശിരസം ഭൃഗോർവംശം നിബോധമേ. അഥർവാവിൻ്റെ ഭാര്യയായ ചിത്തി, ഇവളെ തന്നെ ശാന്തി എന്നും പറയും. അപ്പോൾ അത് ശരിയാണ്. ചിതാകാശുകയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതിനെ അറിയുമ്പോഴാണ് ശാന്തി ഉണ്ടാകുന്നത്. ആ ശാന്തിയാണ് യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമ എന്ന് പറഞ്ഞത്. അപ്പോൾ ചിത്തി എന്ന് പറഞ്ഞാൽ ശാന്തി. ചിത്തം നിർമ്മലമായാൽ ശാന്തി അനുഭവപ്പെടാം. കുതിരയുടെ മുഖം പോലെ മുഖത്തോടു കൂടിയ ദധ്യൻ എന്ന മുനിയെ ജനിപ്പിച്ചു. ഇനി ഭൃഗുവംശം പറയാം, കേൾക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 43-ാമത്തെ ശ്ലോകം. ഭൃഗുഖ്യാതാം മഹാഭാഗ പത്ന്യാം പുത്രാനജീജനത് ധാതാരം ച വിധാതാരം ശ്രിയം ച ഭഗവൽപരാം. ശ്രിയം എന്നാണ് മഹാലക്ഷ്മി എന്നർത്ഥം വരും. എൻ്റെ പേരക്കുട്ടിയുടെ പേരാണ് ശ്രിയ എന്നുള്ളത്. അപ്പോൾ അതാണ് പറഞ്ഞത്. മഹത്തായ ഭാഗ്യമുള്ള മഹാഭാഗ എന്നൊക്കെ വരികയാണെങ്കിൽ മഹത്തായ ഭാഗ്യമുള്ള ഭൃഗു ഖ്യാതി എന്ന പത്നിയിൽ അല്ലേ? മഹത്തായ ഭാഗ്യം എന്താ? ഖ്യാതി, പത്നി നന്നായ ഖ്യാതിയായി. ഖ്യാതി എന്ന് പറഞ്ഞ പെരുമ, ശ്രേയസ് എന്ന കർത്തായി. ദാതാവിനെയും വിധാതാവിനെയും ഭഗവാനിൽ തൽപരനായ ശ്രീദേവിയെയും. അപ്പോൾ ശ്രീയം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ശ്രീദേവി എന്നർത്ഥമായി, മഹാലക്ഷ്മി തന്നെ പുത്രന്മാരായിട്ട് ജനിപ്പിച്ചു എന്ന് പറഞ്ഞു. മഹാഭാഗ്യവാനായ ഭൃഗു. എന്ത് ഈ ഭൃഗു മഹർഷിക്ക് ഇത്ര മഹാഭാഗ്യം? ഭഗവാൻ
നാരായണനെ ചവിട്ടാൻ ഉള്ള അധികാരം ആർക്കാണ് കിട്ടിയത്? ഭൃഗുവിനാണ് കിട്ടിയത്. ആ ചവിട്ടടിപ്പാദങ്ങളാണ് ഭഗവാന്റെ ഹൃദയമധ്യത്തിൽ എന്തായിട്ട് ശ്രീവത്സം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറുകായിട്ട് മനസ്സിലായത് ഇരിക്കണത് അല്ലേ. അപ്പോൾ മഹാഭാഗ്യവാനായ ഭൃഗുവിന് ഖ്യാതി എന്നു പേരായ സ്വപത്നിയിൽ ധാതാവ് വിധാതാവ് എന്നു പേരുള്ള 2 പുത്രന്മാരും ഭഗവാനെ വിട്ടുപിരിയാതെ ഇരിക്കുന്ന ശ്രീദേവി എന്നൊരു പുത്രിയും ഉണ്ടായി. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭഗവാൻ നാരായണൻ ആണ് ബ്രഹ്മസ്വരൂപനായിട്ട് നമ്മുടെ ഹൃദയപത്മത്തിൽ ഉണ്ട്. അപ്പോൾ ആ ഹൃദയപത്മത്തിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ ഈ ശ്രീദേവി എന്ന് പറയുന്ന മഹാലക്ഷ്മി കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൂജ ചെയ്യരുത്, നിഷ്കാമനായിട്ട് പൂജ ചെയ്യാം. എന്നിലുള്ള ഭഗവാനും ഭഗവാന്റെ കൺസോർട്ടുമാണ് ലക്ഷ്മി നാരായണ പൂജ ചെയ്യുക. അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മതി. അല്ലാണ്ട് ധനത്തിന് എന്നുള്ള സങ്കല്പം പാടില്ല. സങ്കല്പമാണ് വികല്പങ്ങൾ ഉണ്ടാക്കുന്നത്. എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? ഇളക്കം ഉണ്ടാക്കണത് എന്നർത്ഥം. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് സങ്കല്പങ്ങളാണ്. സങ്കല്പങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ വികല്പങ്ങളായി. 44-ാമത്തെ ശ്ലോകം പറയുന്നു, ആയതിം നിയതിം ചൈവ സ്വതേ മേരുസ്തയോരദാത് താഭ്യാം തയോരഭവതാം മൃഗണ്ഡ പ്രാണയേവജാം. മേരുദേവൻ 2 പേർക്ക് ആയതി നിയതി എന്നു പേരായ പുത്രിമാരെ കൊടുത്തു. അവരിൽ നിന്ന് ആ 2 പേർക്ക് മൃഗണ്ഡൻ പ്രാണൻ എന്ന് 2 പേർ ഭവിച്ചു. പ്രാണനും മൃഗണ്ഡനും 2 ആൾ. ഇനി അതിൻ്റെ വാക്കാർത്ഥം, പർവ്വതാഭിമാനി ദേവതയായ മാരുദേവൻ. മേരുപർവ്വതം എന്ന് പറഞ്ഞാൽ പർവ്വത അഭിമാനി ദേവത, പർവ്വതങ്ങളുടെ നേതാവാണ് മഹാമേരു. അപ്പോൾ സനാതനധർമ്മത്തിൽ ഒരു ഉപചാരമുണ്ട്. എന്താ ഉപചാരം? ഒരു താമ്പാളത്തിൽ ഒരു 1/4 കിലോ എള്ളിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു 4 വെച്ചൊരു ബ്രാഹ്മണന് കൊടുത്ത് നമസ്കരിച്ചാൽ മഹാമേരു പർവ്വതത്തിനെ ദാനം ചെയ്തതായിട്ടാണ് സങ്കല്പം. എന്ന് പറഞ്ഞാൽ ആ മഹാമേരു പർവ്വതത്തിൻ്റെ അന്തർഭാഗത്താണ് ഈ ഭൂമിയിലുള്ള എല്ലാവിധ നിധികളും ഇരിക്കുന്നത്. അല്ലെങ്കിൽ വജ്രങ്ങൾ, എന്താണെന്നാ പറയുക, അതെ, പിന്നെ നവരത്നങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം ഒബ്ജക്റ്റീവ്സാണ്. ഇനി അപ്പോൾ ആയതി നിയതി എന്ന പേരായ പുത്രിമാരെ ധാതാവിനും വിധാതാവിനും നൽകി. ആയതി നിയതി. ആ പുത്രിമാരിൽ മൃഗണ്ഡൻ പ്രാണൻ എന്ന് 2 പുത്രന്മാരുണ്ടായി എന്നായി. ഇനി 45-ാമത്തെ ശ്ലോകം, മാർക്കാണ്ഡേയോ മൃഗണ്ഡസ്യ പ്രാണാദ്വേതശിരാമുനി കവിശ്ച ഭാർഗവോ യസ്യ ഭഗവാൻ അനുശാസനാസുത. അനുശാസനം. മൃഗണ്ഡന് മാർക്കാണ്ഡേയനും പ്രാണനിൽ നിന്ന് വേദശിരസ് എന്ന മുനിയും ഭൃഗുപുത്രനായിട്ട് കവിയും ഉണ്ടായി. കവി എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യൻ. യാതൊരുവിൻ്റെ പുത്രൻ ജ്ഞാനാദികളായ 6 ഗുണങ്ങളുള്ള ഉസനസ്സാകുന്നു. അപ്പോൾ ഭഗവാൻ ഉസനസ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, മൃഗണ്ഡന് മാർക്കാണ്ഡേയനെന്നും പ്രാണന് വേദശിരസ് എന്നും പേരുള്ള പുത്രന്മാരുണ്ടായി. അപ്പോൾ മാർക്കാണ്ഡേയ മഹർഷിയുടെ അച്ഛൻ്റെ പേരാണ് മൃഗണ്ഡു. പ്രാണൻ വേദശിരസിൻ്റെ മകനാണ്, പ്രാണൻ്റെ മകനാണ് വേദശിരസ് പേരുള്ള പുത്രന്മാരുണ്ട്. ഇവർ 2 പേരും മുനിമാരാകുന്നു. ഭൃഗുവിന് കവി എന്നു പേരായിട്ടൊരു പുത്രനുണ്ടായി. കവിയുടെ പുത്രനാകുന്നു ജ്ഞാനാദി ഗുണസമ്പൂർണനായ ഉസനസ്, ശുക്രമുനി. കവിയുടെ പുത്രനാണ് ശുക്രമുനി കേട്ടോ. ഞാൻ കവി എന്നുള്ളത് തെറ്റിദ്ധരിച്ചു. അങ്ങനെയല്ല, കവി ശുക്രമുനിയുടെ അച്ഛനാണ് കവി. ഇനി 46-ാമത്തത് ഒരു 3 വരി ശ്ലോക. സർവേ തേ മുനയക്ഷത്തർലോകാൻ സർഗൈരഭാവയൻ
ഏഷ കർദമദോഹിത്ര സന്താന കഥിതസ്തവ ശൃണ്വത ശ്രദ്ധദാനസ്യ സദ്യ പാപഹര പരാ. ഇതാണ് ശ്ലോകം. ഹേ വിദുര, ആ സർവമുനിമാരും സന്താനങ്ങളെ കൊണ്ട് ലോകങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തി കർദമപുത്രിമാരുടെ സന്താനങ്ങളോടുകൂടിയ ഈ വംശം അങ്ങയോട് പറയപ്പെട്ടു. ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നവൻ്റെ ഈ ഇന്ന് പറഞ്ഞ ഈ ഏതാനും 10-15 ശ്ലോകങ്ങളുണ്ടല്ലോ, അതിൽ നിന്നുണ്ടാവുന്ന ഋഷിമാരുടെ പേരുകൾ തന്നെ ഉച്ചരിക്കുന്നത് സർവപാപ പരിഹാരമാണ്. എല്ലാ പാപങ്ങൾക്കും പരിഹാരമാണ് ഈ ഋഷീശ്വരന്മാരുടെ പേര് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ. അതാണ് പാപഹര. പാപത്തെ വേഗത്തിൽ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നവൻ്റെ പാപത്തെ വേഗത്തിൽ ഹരിക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. അല്ലയോ വിദുര, ഈ പുത്രന്മാരെല്ലാ പേരും ഭഗവത് ധ്യാനശീലന്മാരായിരുന്നതിനാൽ, അതാണ് പ്രധാനം. ഇവരൊക്കെ ആരാ? ഭഗവത് നാമ ധ്യാനന്മാർ, ഭഗവത് ധ്യാനശീലന്മാരായിരുന്നാൽ, അല്ലാണ്ട് ഹോമം ചെയ്യുന്ന ആൾക്കാരല്ല എന്നർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരല്ല. ഭഗവാനെ ധ്യാനിക്കുക, അതിൽ കൂടുതൽ ഒരു ശ്രേയസ്സില്ല. പറഞ്ഞു പക്ഷേയില്ലേ, നിഷ്കാമകർമ്മം ചെയ്യൂ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞാൽ അത് കേൾക്കാതെ കണ്ട് അമ്പലക്കമ്മിറ്റിമാർ ആ പൂജ ഈ പൂജ എന്ന് പറഞ്ഞത് ശരിയല്ല. എനിക്കതാണ് സങ്കടം വരുന്നത്. അപ്പോൾ ഭഗവത് ധ്യാനശീലന്മാരായിരുന്നതിനാൽ ഭഗവാന്റെ ഇച്ഛയെ അറിഞ്ഞ്, അപ്പോൾ ഭഗവാന്റെ ഇച്ഛയാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനെ ധ്യാനിക്കണം എന്നുള്ളത്. എന്താ അങ്ങനെ അത് വരാൻ കാരണം? അതിനൊരു ഹേതുണ്ട്. നമ്മുടെ ഉള്ളിൽ ആരായിരിക്കണത്? ഭഗവാനാണ് ഇരിക്കുന്നത്. ആ ഭഗവാനെ അറിയാതെ കണ്ട് കള്ളും കുടിച്ച് ചൂതുകളിയും കളിച്ച് മധുപാനം ചെയ്തിരിക്കുന്നത് ശരിയാണോ? ഭഗവാൻ നമ്മുടെ ഉള്ളിലിരിക്കണമെന്ന് അറിഞ്ഞാലല്ലേ നമ്മൾ അതിനനുസരിച്ച് പെരുമാറുള്ളൂ. അപ്പോൾ ഗണികന്മാരും തന്ത്രിമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? ഏതൊരു വേവലാതിയായിട്ട് ആര് വന്നാലും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് നന്മ വരുന്നു പറഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാന്റെ ഇച്ഛയെ അറിഞ്ഞ് തപസ് ചെയ്തുകൊണ്ട് സിദ്ധിച്ച വൈഭവത്താൽ ജനിപ്പിച്ച സന്താനങ്ങളെ കൊണ്ട് ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തി കർദമമുനിയുടെ പുത്രിമാരിൽ നിന്നുണ്ടായ ഈ വംശത്തിൽ ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ വേദോക്ത കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന മഹാന്മാർ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. അവരുടെ സംഗ്രഹരൂപമായ വിവരം അങ്ങയോട് ഞാൻ പറഞ്ഞു. ശ്രദ്ധയോടുകൂടെ ഈ ചരിത്രം കേൾക്കുന്നവർ ക്ഷണത്തിൽ പാപനിർമുക്തന്മാരായി വരും. ശ്രവണത്തിൽ നിന്ന് ഫലമുണ്ടാകണമെങ്കിൽ ശ്രദ്ധയോടുകൂടെ തന്നെ കേൾക്കണം. ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നുണ്ടെങ്കിൽ വക്താവിൻ്റെ പറച്ചൽ നമ്മൾക്കറിയണം, അർത്ഥറിയണം. ഏത് ശ്ലോകം അന്വയിക്കണത്, അല്ലെങ്കിൽ ഏത് അധ്യായത്തിലത്തെ കാര്യമാണ് പറഞ്ഞത്, അല്ലേ? അതല്ലെങ്കിൽ എങ്ങനെ? കാലത്ത് ഇഡ്ഡലി ചട്നി സാമ്പാർ കഴിഞ്ഞു, ഇനി വൈകുന്നേരം സാമ്പാർ രസം കൂട്ടി ഊണ് കഴിക്കണം, ഇടിച്ചു പിഴിഞ്ഞ പായസമുണ്ട്. ഇത് ആലോചിച്ചും കൊണ്ടിരുന്നാൽ ഭാഗവതം മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ ശ്രദ്ധയോടുകൂടെ തന്നെ കേൾക്കണം. കേൾക്കുന്നത് കൊണ്ട് തന്നെ പാപം നശിക്കുമെന്ന് പറഞ്ഞത് അനുഷ്ഠാന ഫലമാഹാത്മ്യത്തെ സൂചിപ്പിക്കുവാനും ശ്രവണത്തിൽ നിന്നാണ് ന്യായ അന്യായ ബോധമുണ്ടാകുന്നതെന്ന് കാണിപ്പാനുമാകുന്നു. ന്യായവും അന്യായവും ആണ് തത്വങ്ങളിൽ കൂടി, കഥയിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാണ്ട് കഥയല്ല മനസ്സിലാക്കേണ്ടത്. ന്യായം അന്യായം. ന്യായമായതായാൽ നീതിമാൻ, അല്ലെങ്കിലോ തെറ്റ് ചെയ്യുന്നവൻ, അനീതി ചെയ്യുന്നവൻ. അപ്പോൾ ശ്രവണത്തിൽ പ്രവൃത്തിയില്ലാതെ ജ്ഞാനത്തിന് വഴിയില്ല.
ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അറിവ് എങ്ങനെ ഉണ്ടാവുക? കേൾവിയിൽ നിന്നാണല്ലോ ജ്ഞാനം ഉണ്ടാവുന്നത്. അതിനാൽ ജ്ഞാന സാധനങ്ങളിൽ വെച്ച് ശ്രവണത്തിന് തന്നെ പ്രാധാന്യം നിശ്ചയിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഭക്തി, ജ്ഞാനം, ശ്രവണം, മനനം, ധ്യാനം. 47-ാമത്തെ ശ്ലോകം. പ്രസൂതിം മാനവീം ദക്ഷ ഉപയേമേ ഹ്യജാത്മജ തസ്യാം സസർജദുഹിതൃ ഷോഡശാം അമലലോചനാം. മനുപുത്രിയായ പ്രസൂതിയെ ബ്രഹ്മപുത്രനായ ദക്ഷൻ വിവാഹം ചെയ്തു. അവളിൽ നിർമ്മലങ്ങളായ നേത്രങ്ങളോടുകൂടിയ 16 പുത്രിമാരെ ജനിപ്പിച്ചു. 16 കുട്ടികളെ. മനുവിൻ്റെ 3ാമത്തെ പുത്രിയായ പ്രസൂതിയെ ബ്രഹ്മാവിൻ്റെ അങ്കുഷ്ടത്തിൽ നിന്ന് ജാതനായ ദക്ഷൻ എന്ന പ്രജാപതി വിവാഹം ചെയ്തു. അവളിൽ 16 പുത്രിമാരെ ജനിപ്പിച്ചു. അവർ കാമക്രോധാദി ദോഷങ്ങൾ നിമിത്തമുണ്ടാകാവുന്ന നേത്ര ദുർവികാരാദി ഭാവങ്ങളൊന്നുമില്ലാത്തവരാകുന്നു. ആ 16 സ്ത്രീകളും കാമക്രോധ മത മത്സര ലോഭ ഭയങ്ങൾ ഇല്ലാത്തവരായിരുന്നു എന്നർത്ഥം. 48. ത്രയോദശ അദാർത്ഥമായ തഥൈകാമഗ്നയേ വിഭൂ പിതൃഭ്യ ഏകാം യുക്തേഭ്യോ ഭവായേകാം ഭവശ്ചിതേ. ധർമ്മനായിക്കൊണ്ട് യമധർമ്മരാജാവ് ധർമ്മനായിക്കൊണ്ട് 13 പേരെയും അഗ്നിക്കായിക്കൊണ്ട് ഒരുത്തിയെയും യോജിച്ചിരിക്കുന്നവരായ പിതൃക്കൾക്കായിക്കൊണ്ട് ഒരുത്തിയെയും സംസാരത്തെ നശിപ്പിക്കുന്ന പരമേശ്വരനായിക്കൊണ്ട് ഒരുത്തിയെയും സമർത്ഥനായ ദക്ഷൻ ദാനം ചെയ്തു. അതായത് 16 പേരല്ലുണ്ടായത്. 13 ആളെ ധർമ്മദേവന് കൊടുത്തു. ബാക്കി ഓരോരുത്തർക്ക് കൊടുത്തു. 13 3 16ആയി. അപ്പോൾ ദക്ഷപുത്രിമാരുടെ വിവാഹത്തെ പറയണു. അതിൻ്റെ ഭാവാർത്ഥത്തിൽ പുത്രിമാരുടെയും അവരെ വിവാഹം ചെയ്തു കൊടുപ്പാൻ വിചാരിക്കുന്ന വരന്മാരുടെയും യോഗ്യതകളെ നിരൂപണം ചെയ്ത് വേണ്ടതുപോലെ പ്രവർത്തിപ്പാനുള്ള ബുദ്ധിഗുണമുള്ള ദക്ഷൻ തൻ്റെ പുത്രിമാരിൽ 13 പേരെ ധർമ്മനും ഒരുത്തിയെ അഗ്നിദേവനും ഒരുത്തിയെ ഐക്യമത്യത്തെ ദീക്ഷിച്ചിരിക്കുന്ന പിതൃദേവന്മാർക്കും ഒരുത്തിയെ ഭക്തന്മാരുടെ സംസാരക്ലേശത്തെ നിശേഷം നശിപ്പിക്കുന്ന കരുണാനിധിയായ പരമേശ്വരനും വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ ഈ ആഖ്യാനം ഇത്രയും ഉണ്ടെങ്കിൽ കൂടി ദക്ഷന് പരമേശ്വരനെ ബഹുമാനിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ദക്ഷയാഗത്തുകൂടെ അദ്ദേഹത്തിന് അധോഗതി ഉണ്ടായിട്ടുള്ളത്. ഇനി 49-ാമത്തെ ശ്ലോകം. എന്താ അത്? ശ്രദ്ധ മൈത്രി ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയോ ഉന്നതി ബുദ്ധി മേധാതിദിക്ഷ ഹ്രീർമൂർത്തിർ ധർമ്മസ്യ പത്മയാ. ഈ ധർമ്മത്തിൻ്റെ 13 ധർമ്മദേവൻ്റെ 13 പേരുടെ പേരാണ് ഇവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ധർമ്മൻ്റെ പത്നിമാരെ പറ്റി പറയുന്നു. ശ്രദ്ധ, മൈത്രി, ദയാ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിദിക്ഷ, ഹ്രീ, മൂർത്തി. ഇങ്ങനെ 13 പേരാ. ഈ 13ഉം നമ്മുടെ ജീവിതത്തിലുള്ള ഒബ്ജക്റ്റീവ്സാണ്. ശ്രദ്ധ വേണം, മൈത്രി വേണം, ദയ വേണം, ശാന്തി വേണം, തുഷ്ടി വേണം, പുഷ്ടി വേണം, ക്രിയ വേണം, ഉന്നതി വേണം, ബുദ്ധി വേണം, മേധ, തിദിക്ഷ, ഹ്രീ. അത് വേറെ ചില ഗുണങ്ങളാണ്. പിന്നെ തിദിക്ഷ, ക്ഷമ, അത് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തിദിക്ഷ, ഹ്രീ, മൂർത്തി എന്ന 13 പേർ പത്നികളാണ്. ഇവർ ശ്രാദ്ധാദി അഭിമാനികളായ ദേവതകളാണെന്ന് അറിഞ്ഞു കൊള്ളണം. ശാസ്ത്രോക്ത കാര്യങ്ങളിൽ വിശ്വാസം, അതാണ് ഇത് ശാസ്ത്രീയ ഗ്രന്ഥം എന്ന് പറയാൻ കാരണം എന്താ? ശാസ്ത്രോക്ത കാര്യങ്ങളിൽ വിശ്വാസം, ശ്രദ്ധ, സർവർക്കും ഹിതം ചെയ്യുന്ന സ്വഭാവം, മൈത്രി, അതിനെ ഡിഫൈൻ ചെയ്യാണ്. അന്യദുഃഖം തീർക്കണമെന്നുള്ള വിചാരം, ദയ,
തൃഷ്ണയില്ലാതിരിക്കുന്നത് ശാന്തി. തൃഷ്ണ എന്ന് പറഞ്ഞാൽ അനർഹമായത് ആഗ്രഹിക്കാതെയിരിക്കുന്നതാണ് ശാന്തി. എതിർച്ചയാ ലാഭത്തിലുണ്ടാകുന്ന തൃപ്തിക്ക് തുഷ്ടി എന്ന് പറയണം. അപ്പോൾ ഈ 20ാമത്തെ പേജിലുള്ളത് നമുക്ക് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ശാസ്ത്രോക്ത കാര്യങ്ങളിൽ വിശ്വാസം, ശ്രദ്ധ, സർവർക്കും ഹിതം ചെയ്യുന്ന സ്വഭാവം മൈത്രി, അന്യദുഃഖം തീർക്കണമെന്നുള്ള വിചാരം ദയ, തൃഷ്ണയില്ലാതിരിക്കുന്നത് ശാന്തി, എതിർച്ചാലാപത്താലുണ്ടാകുന്ന തൃപ്തി തുഷ്ടി, ശരീരസ്ഥൗല്യം, ശരീരം നന്നായിരിക്കുക എന്നുള്ളത് പുഷ്ടി, ശാസ്ത്രത്തിൽ പറഞ്ഞതനുസരിച്ച് ചെയ്യുന്ന കർമ്മം ക്രിയ, അല്ലാണ്ട് പോക്കറ്റടി ക്രിയല്ല, ടാർഗറ്റ് വെച്ചിട്ടുള്ള ഓപ്പറേഷൻ ക്രിയല്ല, പൊളിഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ട് കെട്ടുന്ന പാലം ക്രിയല്ല. അപ്പം പിന്നെന്താ ക്രിയ? ശാസ്ത്രത്തിൽ പറഞ്ഞത് അനുസരിച്ച് ചെയ്യുന്ന കർമ്മം ക്രിയ. ധനധാന്യാദികളുടെ അഭിവൃദ്ധി എന്നത് ഉന്നതി, അല്ലാതെ പോക്കറ്റ് അടിക്കുക നമ്പർ 2 ഉണ്ടാക്കലല്ല ഉന്നതി. വിചാരപൂർവം നിശ്ചയിക്കുന്നതിനുള്ള ശക്തി ബുദ്ധി. വിചാരപൂർവം, വികാരം കൊള്ളലല്ല, വിചാരപൂർവം നിശ്ചയിക്കുന്നതിനുള്ള ശക്തിയാണ് ബുദ്ധി. അനുഭവിച്ചതിനെ മറക്കാതിരിക്കുവാനുള്ള ശക്തിയാണ് മേധ. അനുഭവിച്ചതിനെ, ഒരാളുടെ നിന്ന് കഞ്ഞി വാങ്ങി കുടിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ മറക്കരുത്, ആ കഞ്ഞിനെയും മറക്കരുത്. വേറൊരാൾ കഞ്ഞി ഉണ്ടോ ചോദിച്ചു വന്നാൽ കഞ്ഞി കൊടുക്കണം, കാരണം ഈ കുടിച്ച കഞ്ഞി കടാണ്. അതാണ് മേധ. അതൊരു ഗുണമാണ്, ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റിയാണത്. അപ്പോൾ അതാണ് ബുദ്ധി. ശക്തി മേധ. ഇഷ്ടാനിഷ്ടങ്ങളെ സഹിപ്പാനുള്ള സാമർഥ്യമാണ് തിദിക്ഷ. നിന്ദ്യമായ കർമ്മം ചെയ്താലുണ്ടാകുന്ന സങ്കോചം, അതാണ് ഹ്രീ. ശുദ്ധിയെ അഭിമാനിക്കുന്നത് മൂർത്തി. ശുദ്ധിയെ അഭിമാനിക്കുന്നത് മൂർത്തി. ഈ വക ശുഭഗുണങ്ങളെ ജനിപ്പിക്കുന്ന ദേവതകളാണ് ദക്ഷപുത്രിമാരായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഗുണങ്ങൾ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നവയാകുന്നു. മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ ഈ 13 അപ്സെറ്റാവും. മനസ്സിൻ്റെ അധിഷ്ഠാന ദേവത ചന്ദ്രനാകയാൽ 16 പേർ ചന്ദ്രൻ്റെ 16 കലകളാണെന്ന് അറിയണം. അത് അതിലേറെ ഗംഭീരം. അവയിൽ 15 കലകൾ തിഥികൾ, 16ാമത്തേത് സ്വരൂപഭൂതയായ നിത്യ എന്ന കല. ചന്ദ്രൻ സംവത്സരാഭിമാനിയായ പ്രജാപതിയാകയാൽ കർമ്മങ്ങളുടെ ഫലങ്ങളെ ദാനം ചെയ്യുന്ന ദേവനാകുന്നു. എന്നിട്ടോ ശ്രദ്ധാദികളായ ശുഭഭാവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ സംസാര ക്ലേശങ്ങളെ തീർക്കുന്നതിന് സമർത്ഥങ്ങളായി വരികയുള്ളൂ എന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നതിൻ്റെ ധർമ്മരഹസ്യം. ഇങ്ങനെയുള്ള ധർമ്മരഹസ്യങ്ങൾ അനേകമുള്ളത് കൊണ്ടാണ് ഭാഗവതം ഗുഹ്യാൽ ഗുഹ്യതരം, വളരെ പ്രൈവറ്റായിട്ട് പറയേണ്ടതാണ്. സീക്രട്ട് എന്ന് പറയരുത്. സീക്രസി ഈസ് ബാഡ്, പ്രൈവസി ഈസ് ഗുഡ്, അങ്ങനെ പറയും. ഒരാൾക്ക് പ്രൈവസി വേണം, സീക്രട്ടാവാം, സീക്രസി ഉണ്ടാവാൻ പാടില്ല, സ്വകാര്യമാവരുത്. 4 ആൾ സംസാരിക്കുമ്പോൾ 4-ൽ ഒരാൾ 2-ാമനെയോ 3-ാമനെയോ 4-ാമനെയോ മാത്രം വിളിച്ചു കൊണ്ടുപോയിട്ട് കുശു കുശു എന്ന് പറയരുത്. അത് മറ്റുള്ളവരെ നിന്ദിക്കുന്ന കൂടുതലാവും. എത്ര തന്നെ അടുപ്പുണ്ടെങ്കിലും ശരി, ഒരു സഭയിൽ പറയാൻ പറ്റാത്തതില്ല എന്നൊക്കെയാണ് പറയുക. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.